ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2025-ൽ നെറ്റ്ഫ്ലിക്സിൽ റിലീസായ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ട്രെയിൻ ഡ്രീംസ് എന്ന മൂവിയെക്കുറിച്ചാണ്. ഡെനിസ് ജോൺസന്റെ പ്രശസ്തമായ ഒരു നോവലിനെ ബേസ് ചെയ്ത് ക്ലിന്റ് ബെന്റ്ലിയാണ് ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ടാകും ഇതൊരു സ്ഥിരം പാറ്റേൺ സിനിമയല്ല എന്ന്. ഇതൊരു വിഷ്വൽ പോയട്രിയാണോ അതോ വെറുമൊരു സ്ലോ പേസ്ഡ് ഡ്രാമയാണോ? സ്പോയിലറുകൾ ഒന്നുമില്ലാതെ നമുക്ക് നോക്കാം. കഥയുടെ പ്ലോട്ട് വളരെ സിമ്പിളാണ്. 1900ങ്ങളുടെ തുടക്കത്തിൽ അമേരിക്കൻ വെസ്റ്റിലെ കാടുകളിൽ ജോലി ചെയ്യുന്ന റോബർട്ട് ഗ്രേനിയർ എന്ന തൊഴിലാളിയുടെ ജീവിതമാണിത്. മാറിക്കൊണ്ടിരിക്കുന്ന ലോകവും പ്രകൃതിയും അതിനിടയിൽ പെട്ടുപോകുന്ന ഒരു മനുഷ്യന്റെ ഏകാന്തതയും. ഇതാണ് സിനിമയുടെ സോൾ. നമ്മുടെ ഹീറോയായി വരുന്നത് ജോയൽ എഡ്ജർട്ടൺ ആണ്. കൂടെ ഫെലിസിറ്റി ജോൺസും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഇനി ഇതിന്റെ മേക്കിങ്ങിലേക്ക് വന്നാൽ ഇറ്റ്സ് പ്യുവർ ആർട്ട്. നമ്മൾ സാധാരണ കാണുന്ന പോലെ ഡയലോഗുകൾ കൊണ്ട് കഥ പറയുന്ന രീതിയല്ല ഇതിലെ സിനിമാറ്റോഗ്രാഫിയും സൗണ്ട് ഡിസൈനും ഒരു രക്ഷയുമില്ല. കാടിന്റെയും ആ പഴയ കാലത്തെ ട്രെയിനിന്റെയും ശബ്ദങ്ങൾ നമ്മൾ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുമ്പോൾ കിട്ടുന്ന ഫീൽ അത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. പെർഫോമൻസിന്റെ കാര്യത്തിൽ ജോയൽ എഡ്ജർട്ടൺ നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. കൂടുതൽ ബഹളങ്ങളില്ലാതെ കണ്ണുകൾ കൊണ്ട് അഭിനയിക്കുക എന്ന് പറയില്ലേ, അതാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. ആ മനുഷ്യൻ അനുഭവിക്കുന്ന പെയിൻ സ്ക്രീനിലൂടെ നമുക്കും ഫീൽ ചെയ്യും. ഇതൊരു ഹോണ്ടിംഗ് പെർഫോമൻസ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. ഇതൊരു നെറ്റ്ഫ്ലിക്സ് റിലീസായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് സമാധാനമായി കാണാൻ പറ്റിയ പടമാണിത്. പക്ഷെ ശ്രദ്ധിക്കണം, ഇതൊരു ഫാസ്റ്റ് പേസ്ഡ് എന്റർടൈനർ അല്ല. അതുകൊണ്ട് തന്നെ ഒരു ത്രില്ലർ മൂഡോ മാസ് എലമെന്റ്സോ പ്രതീക്ഷിച്ച് ഇത് കാണാനിരിക്കരുത്. പക്ഷേ സിനിമയെ സീരിയസ് ആയി കാണുന്നവർക്ക് അല്ലെങ്കിൽ ഒരു സ്ലോ ബേൺ ഡ്രാമ ആസ്വദിക്കാൻ തയ്യാറുള്ളവർക്ക് ഇറ്റ്സ് എ ജെം. അപ്പോ ഇതൊരു മസ്റ്റ് വാച്ച് ആണോ എന്ന് ചോദിച്ചാൽ എന്റെ അഭിപ്രായത്തിൽ അതെ. നിങ്ങൾ ഈ സിനിമ കണ്ടോ? കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. See you in the next review. Bye.